മക്ഡൊണാൾഡ് സിഇഒ റേക്കോക്ക് ഒരു കോളേജിൽ സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളോട് ചോദിക്കണ്ടായി, ഞാൻ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുമോ? അപ്പോൾ എല്ലാവരും തമാശയോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതാർക്കാണ് അറിയാത്തത്, നിങ്ങൾ ബർഗർ ബിസിനസ് അല്ലേന്ന്. അപ്പോൾ അദ്ദേഹം അതിന് റിപ്ലൈ ചെയ്യുന്നുണ്ട്, ഐ എം നോട്ട് ഇൻ ടു ബർഗർ ബിസിനസ്, ഐ എം ഇൻ ടു റിയൽ എസ്റ്റേറ്റ്. ബർഗർ ഇസ് ജസ്റ്റ് പേയിങ് റെന്റ് എന്നാണ് അദ്ദേഹം റിപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിട്ട് മാറുന്നതെങ്കിൽ. ഇവിടെ അപ്പോൾ നമ്മൾ രണ്ട് ടേമാണ് മനസ്സിലാക്കുന്നത്. ഒന്ന് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സമയത്ത് ലാൻഡിൻ്റെയും പ്രോപ്പർട്ടിയുടെയും ഫുള്ളി ഓണർഷിപ്പ് നമ്മളെ പേരിൽ വരുന്നതാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിന് ഒരു ടൈം പീരീഡ് ഉണ്ടാവില്ല, എക്സ്പയറി ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ബിൽഡിംഗ് റിന്യൂവേഷന് അതുപോലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയും. എപ്പോൾ വേണമെങ്കിലും വിൽക്കാൻ കഴിയും, മോഡിഫിക്കേഷൻസ് ചെയ്യാൻ കഴിയും. അതുപോലെ എല്ലാ ഫുള്ളി ഓണർഷിപ്പ് നമ്മളെ പേരിൽ വരുന്നതാണ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരു നിശ്ചിത കാലത്തേക്ക് ഒരു എഗ്രിമെൻറ്റോട് കൂടി നമ്മൾ അതിൻ്റെ ഓണർഷിപ്പ് വരുന്നതാണ്. അത് 10 ഇയേഴ്സിനാവാം, അല്ലെങ്കിൽ 20 ആവാം, 30 ഇയേഴ്സിനാവാം, അല്ലെങ്കിൽ 99 ഇയേഴ്സിന് ആവാം. ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റ് കാലാവധിയിൽ നമ്മൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ്. ഇവിടെ കാലാവധി തീരുന്നതോടെ നമ്മുടെ പേരിൽ നിന്ന് അത് ട്രാൻസ്ഫർ ആവുകയും ലാൻഡ് ഓണറിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്യുന്നതാണ്. ഇവിടെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഹ്യൂജ് പേയ്മെൻറ്റ് വേണ്ട, ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യം ഉണ്ടാവില്ല. ആ സമയത്ത് എഗ്രിമെൻറ്റിൽ പറഞ്ഞതുപോലെ റെൻറ്റ് മാത്രം ചെയ്താൽ മതി. അതുപോലെ ബിൽഡിംഗ് മെയിൻ്റനൻസ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഇവിടെ വരുന്നുണ്ട് ലീസ് ഹോൾഡിംഗ് പ്രോപ്പർട്ടി ആകുന്ന സമയത്ത്. ഫ്രീ ഹോൾഡിംഗ് പ്രോപ്പർട്ടി ആകുന്ന സമയത്താണ് ഇത് ശരിക്കും ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിട്ട് മാറുന്നത്. കാരണം ഈ കമ്പനീസ് ഇവർക്കൊരു പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് കമ്പനിയുടെ ത്രൂ ആയിരിക്കും ഇവിടെ ഈ ലാൻഡും ഈ ബിൽഡിങ്ങും എടുക്കേണ്ടത്. അത് ഓൺ പേരിലായിരിക്കും, റെൻറ്റിനല്ല. അപ്പോൾ ഈ ഒരു തുടങ്ങുന്ന സമയത്ത് 10, 15 അല്ലെങ്കിൽ 20 വർഷം ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഈ ലാൻഡിലും ഈ ബിൽഡിങ്ങിലും ഉണ്ടാകുന്ന അപ്രീസിയേഷന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോത്ത് നമ്മൾ ഈ ഇത്രയും കാലം ബിസിനസ് ചെയ്യുന്നതിൽ കൂടുതലുള്ള അച്ചീവ്മെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാകുക. അങ്ങനെയാണ് ഇത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ജസ്റ്റ് റെൻറ്റ് പേയിങ് മാത്രമായിരിക്കും ഈ മെയിൻ ബിസിനസ് ആയിട്ടുണ്ടാവുക. പക്ഷെ അതിൻ്റെ ബാക്കിൽ നടക്കുന്നത് ഈ റിയൽ എസ്റ്റേറ്റ്സിൽ ഉണ്ടാകുന്ന അപ്രീസിയേഷനാണ്. അതാണ് റിയൽ വെൽത്ത് ആയിട്ട് മാറുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.